വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക്. ഞാൻ അശ്വതി ജോഷി. ഇപ്പോൾ കഴിഞ്ഞ കേട്ടിട്ട് എഴുതാൻ സാധിക്കാത്ത ഒത്തിരിയധികം കുട്ടികളുണ്ടാകും. അതുപോലെ തന്നെ കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല, റിസൾട്ട് വരുമ്പോൾ എനിക്ക് കിട്ടില്ല എന്നൊരു ബോധ്യമുള്ള കുറച്ച് കുട്ടികളും ഉണ്ടാകും. പക്ഷേ നിങ്ങൾ പുസ്തകങ്ങളൊന്നും അടച്ചു വെക്കേണ്ട. NCEയുടെ നോട്ടിഫിക്കേഷൻ ഒരുപാട് നമ്മളെ തേടി വരുന്നുണ്ട്, എല്ലാ വർഷവും വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കേട്ടിട്ട് 1ഉം 2ഉം നിർബന്ധമാണ് അല്ലേ? UP സ്കൂൾ അസിസ്റ്റൻറ്റിനും വിളിക്കുന്നുണ്ട്, LP സ്കൂൾ അസിസ്റ്റൻറ്റിനും വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ജനറൽ ആയിട്ട് LP UP വരികയാണെങ്കിൽ ഇനി അടുത്ത 2027ലോ 28ലോ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അപ്പോൾ എഴുതാൻ സാധിക്കുന്നവർ തീർച്ചയായും നേരത്തെ തന്നെ കേട്ടിട്ട് നേടിയിരിക്കണം. ഇനി ആ എക്സാം അടുത്ത് വരുമ്പോൾ നേടാം എന്നൊരു കാഴ്ചപ്പാടിൽ ഇരിക്കേണ്ടതില്ല. നേരത്തെ നേടിവെക്കുക. അങ്ങനെ നേടി വെച്ചാലുള്ള ഉപയോഗം എന്താ? നിങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ, ഒരു അപേക്ഷ ക്ഷണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പോകാം അല്ലേ? സാധിക്കും. അപ്പോൾ ഇനി അമ്മാന്തിച്ച് നിൽക്കണ്ട. തീർച്ചയായിട്ടും കിട്ടാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുക്കണം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ പഠിച്ചു തുടങ്ങുകയും ചെയ്യാം. നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ എല്ലാ കേട്ടിട്ട് എക്സാമിനും ചോദിക്കുന്നതാണ് വൈജ്ഞാനിക വികസനം. വൈജ്ഞാനിക വികസനം പിയാഷെയുടെയും ബ്രൂണറുടെയും. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഉണ്ടാകില്ല. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്രൂണറുടെ ഭാഗത്ത് നിന്ന് തന്നെ 1ഓ 2ഓ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ ആ 2 മാർക്ക് കൊണ്ടാകാം നിങ്ങൾക്ക് ക്വാളിഫൈ ആകാതെ നിങ്ങൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കുക. പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം, ക്വസ്റ്റ്യൻസിനെയും ഡിസ്കസ് ചെയ്യാം. നോക്കൂ, വൈജ്ഞാനിക വികസന സിദ്ധാന്തം ബ്രൂണർ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളും വർഷങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ 1960, ടുവേർഡ്സ് എ തിയറി ഓഫ് ഇൻസ്ട്രക്ഷൻ 1966, ദ റിലവൻസ് ഓഫ് എഡ്യൂക്കേഷൻ 1971, ബിയോണ്ട് ദ ഇൻഫർമേഷൻ 1973, In Search of Mind, Essays in Autobiography 1983, Actual Minds, Possible Words 1990, The Culture of Education 1996. എന്തിനാണ് ഇത് ഇത്രയും ഇവിടെ കൊടുത്തത്? പലപ്പോഴും സൈക്കോളജിസ്റ്റുകളുടെ കൃതികൾ തന്നതിനു ശേഷം മുകളിൽ ഇപ്പോൾ ബ്രൂണറുടേത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ പിയാഷെയുടേത് ഏതാണ് എന്ന് ചോദിക്കാം. തെറ്റായത് ഏത്, ശരിയായത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക, ഇതെല്ലാം ആരുടെ കൃതികളാണ്? ബ്രൂണറുടെ കൃതികളാണ്. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ടുവേർഡ്സ് എ തിയറി ഓഫ് ഇൻസ്ട്രക്ഷൻ, ദ റിലവൻസ് ഓഫ് എഡ്യൂക്കേഷൻ ബിയോണ്ട് ദ ഇൻഫർമേഷൻ, ഇൻ സെർച്ച് ഓഫ് മൈൻഡ്, എസ്സേസ് ഇൻ ഓട്ടോബയോഗ്രഫി, ആക്ച്വൽ മൈൻഡ്സ്, പോസിബിൾ വേർഡ്സ്, ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. ഇത് ഇത്രയും ആരുടേതാണ്? നമ്മുടെ ബ്രൂണറുടേതാണ്. അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക വികസനത്തിൽ അദ്ദേഹം പറയുന്നത് കുഞ്ഞിൻ്റെ അറിവ് പ്രവൃത്തിയിലൂടെ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞ് അറിവ് എങ്ങനെയാണ് പ്രകാശിപ്പിക്കുന്നത്? പ്രവൃത്തിയിലൂടെയാണ് പ്രകാശിപ്പിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ചിന്താഗതി രൂപപ്പെടുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്? പക്വനം, പരിശീലനം, അനുഭവം എന്നിവയിലൂടെയാണ്. പക്വനം, പരിശീലനം, അനുഭവം എന്നിവയിലൂടെയാണ് ഒരാളുടെ ചിന്താഗതി രൂപപ്പെടുന്നത്. കുഞ്ഞ് അറിവ് പ്രകാശിപ്പിക്കുന്നത് എങ്ങനെയാണ്? പ്രവൃത്തിയിലൂടെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ചെറിയ കുട്ടികൾക്ക് എന്ത് സാധനം കിട്ടിയാലും അവരാദ്യം എന്ത് ചെയ്യും? ഊറി നോക്കും അല്ലേ? പ്രവൃത്തിയിലൂടെയാണ് ചെയ്തു നോക്കുന്നത് അല്ലേ? ഊറി നോക്കും. എന്ത് സാധനം കുട്ടിയുടെ കൈ കിട്ടിയാലും ആദ്യം, കളിപ്പാട്ടം കിട്ടിയാലും ആദ്യം ഊറി നോക്കുകയാണ് ചെയ്യുന്നത്. പ്രവൃത്തിയിലൂടെ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് ആശയ രൂപീകരണം നടക്കുന്നത് 3 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ്. പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാര്? ബ്രൂണർ. അപ്പൊ ഏതൊക്കെയാണ് ഘട്ടങ്ങൾ? പ്രവർത്തന ഘട്ടം, എനാക്റ്റീവ് സ്റ്റേജ്; ബിംബന ഘട്ടം, ഐക്കോണിക് സ്റ്റേജ്; പ്രതീകാത്മക ഘട്ടം, സിംബോളിക് സ്റ്റേജ്. പലപ്പോഴും നിങ്ങൾ ഉണ്ടാകാം ഈ 3 ഓപ്ഷൻസും കാണും. 4മതൊരു ഓപ്ഷൻ തെറ്റിച്ചുമിട്ടേക്കാം. പെടാത്തതേത് എന്നായിരിക്കും ചോദിക്കുക. ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തതേത്? മിക്കവാറും കൊടുത്തിരിക്കുക വൈഗോട്സ്കിയുടെയോ
പിയാഷെയുടെയോ ആയിരിക്കും. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക, ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ബ്രൂണർ. ആശയ രൂപീകരണം നടക്കുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണ്. ഏതൊക്കെയാണ്? പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം. അടുത്ത പോയിന്റ് നോക്കാം നമുക്ക്. നോക്കൂ, എന്താണ് പ്രവർത്തന ഘട്ടം അല്ലെങ്കിൽ എനാക്റ്റീവ് സ്റ്റേജ്? മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കുട്ടി എന്ത് കിട്ടിയാലും എന്ത് ചെയ്യും? അതിനെ ഊറി നോക്കും, അല്ലേ? മൂർത്ത വസ്തു ഉപയോഗിച്ചുകൊണ്ടാണ്, മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനമാണ്. ഈ ഘട്ടത്തിൽ മനസ്സിലായ കാര്യങ്ങൾ ഭാഷയിലൂടെയോ പ്രതീകത്തിലൂടെയോ വിശദീകരിക്കാൻ കുട്ടിക്ക് സാധിക്കുമോ? ഇല്ല, സാധിക്കത്തില്ല. സാധിക്കാത്ത ഘട്ടമാണ്. അതാണ് പ്രവർത്തന ഘട്ടം. ഭാഷയിലൂടെയോ അതുപോലെ തന്നെ പ്രതീകങ്ങളിലൂടെയോ കുട്ടിക്ക് വിശദീകരിക്കാൻ സാധിക്കില്ല പ്രവർത്തന ഘട്ടത്തിൽ. ഏതൊരു ആശയത്തിൻ്റെയും പ്രാഥമികമായ തലം പ്രവർത്തനത്തിൻ്റെതാണെന്ന് ആരഭിപ്രായപ്പെടുന്നു? ബ്രൂണർ അഭിപ്രായപ്പെടുന്നു. ഏതൊരു ആശയത്തിൻ്റെയും പ്രാഥമിക തലം എന്താണ്? പ്രവർത്തനത്തിൻ്റെതാണെന്ന് ആര് അഭിപ്രായപ്പെടുന്നു? നമ്മുടെ ബ്രൂണർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഇതാണ് പ്രവർത്തന ഘട്ടം അല്ലെങ്കിൽ ഇനാക്റ്റീവ് സ്റ്റേജ്. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, കളിപ്പാട്ടം ഊറുന്ന കുട്ടി ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടപ്രകാരം ഏത് ഘട്ടത്തിൽ പെടുന്നു? അപ്പൊ നിങ്ങൾ ഏതെഴുതും? പ്രവർത്തന ഘട്ടം. അടുത്ത് നോക്കൂ, ബിംബന ഘട്ടം, ഐക്കോണിക് സ്റ്റേജ്. വൈജ്ഞാനിക വികസനത്തിന്റെ ഈ തലത്തിൽ വസ്തുക്കൾ, വ്യക്തികൾ, സംഭവങ്ങൾ തുടങ്ങിയവ കുട്ടി ആവിഷ്കരിക്കുന്നത് മനോബിംബങ്ങളിലൂടെയാണ്. നിങ്ങളുടെ കുട്ടികളൊക്കെ ചുമരിൽ ചിത്രങ്ങൾ വരച്ചു വെക്കും. കരിക്കട്ട കിട്ടിയാലും ചോക്ക് കിട്ടിയാലും ലിപ്സ്റ്റിക്ക് കിട്ടിയാലും അല്ലേ വരച്ചു വെക്കും. നിങ്ങൾ കുട്ടികളെ വഴക്ക് പറയാറുണ്ട്. എന്നാൽ വഴക്ക് പറയരുത്. എന്തുകൊണ്ടാണ്? അവിടെ കുട്ടിയുടെ വൈജ്ഞാനിക വികസനമാണ് നടക്കുന്നത്. കുട്ടി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തൻ്റെ മനോചിത്രങ്ങളായിട്ട് അവിടെ വരച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഏത് ഘട്ടമാണ്? ബിംബന ഘട്ടമാണ്. മനസ്സിലായി? ചിത്രങ്ങൾ, മാതൃകകളൊക്കെ കുട്ടി എന്ത് ചെയ്യും? അവിടെ മനോചിത്രങ്ങളൊക്കെ ചുവരിൽ വരച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. കുട്ടിയെ വഴക്ക് പറയണോ? വേണ്ട. കുട്ടിക്ക് വൈജ്ഞാനിക വികസനം അവിടെ നടക്കുകയാണ്. അപ്പൊ അതാണ് ബിംബന ഘട്ടം അല്ലെങ്കിൽ ഐക്കോണിക് സ്റ്റേജ്. ഇനി എന്താണ് പ്രതീകാത്മക ഘട്ടം അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജ്? ഈ ഘട്ടത്തിലുള്ള കുട്ടിക്ക് അമൂർത്ത ചിന്തനത്തിനുള്ള കഴിവുണ്ടായിരിക്കും. അതായത് കുട്ടിക്ക് അവിടെ ഭാഷ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ ഭാഷാ വികസനം നടക്കുന്ന ഘട്ടം ഏതാണ്? ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടം അനുസരിച്ച് ഭാഷാ വികസനം നടക്കുന്നത് പ്രതീകാത്മക ഘട്ടത്തിലാണ്. എവിടെയാണ്? പ്രതീകാത്മക ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിലേക്ക് കുട്ടിയെ നയിക്കുന്നത് എന്താണ്? ഭാഷയുടെ വികാസമാണ്. എന്തിന്റെ വികാസം? ഭാഷയുടെ വികാസമാണ്. അതുകൊണ്ട് തന്നെ വൈജ്ഞാനിക വികാസത്തിന്റെ ഉയർന്ന ഘട്ടം, അപ്പൊ വൈജ്ഞാനിക വികാസത്തിന്റെ ഉയർന്ന ഘട്ടം ബ്രൂണറുടെ വൈജ്ഞാനിക വികസനം അനുസരിച്ച് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏതെഴുതും? പ്രതീകാത്മക ഘട്ടം എഴുതണം. അപ്പൊ ഭാഷയിലൂടെ കുട്ടി ആശയപ്രകാശനം നടത്തുന്നു. കുട്ടികളൊക്കെ, കൊച്ചുകുട്ടികളൊക്കെ വന്ന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയും അല്ലേ? അവർ കണ്ട കോഴിയെക്കുറിച്ചോ കുരങ്ങനെ കുറിച്ചോ മയിലിനെ കുറിച്ചോ അല്ലേ, വീട്ടിൽ വളർത്തിക്കണ്ട മയിലിനെ കുറിച്ചൊക്കെ കുട്ടി വാതോരാതെ വന്ന് സംസാരിക്കും. ആശയപ്രകാശനം നടത്തുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ നമുക്ക് മനസ്സിലാകണമെന്നില്ല അല്ലേ? അപ്പൊ ആശയപ്രകാശനം നടത്തുന്നത് എന്തിലൂടെയാണ്? ഭാഷയിലൂടെയാണ്. ഏത് ഘട്ടമാണ്? പ്രതീകാത്മക ഘട്ടം. അടുത്ത പോയിന്റ് നോക്കൂ. ഇനി ബ്രൂണറുടെ പഠന സങ്കല്പങ്ങളാണ്. കണ്ടെത്തൽ പഠനം, ഡിസ്കവറി ലേണിംഗ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അല്ലെ? കണ്ടെത്തൽ പഠനവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ബ്രൂണറാണ്. കുട്ടി സ്വയം കണ്ടെത്തുന്ന രീതിയിൽ നേടുന്ന അറിവ്, നിരീക്ഷണം, തരംതിരിക്കൽ, അളക്കൽ, പ്രവചനം, വിശദീകരിക്കൽ, നിഗമനത്തിലെത്തൽ തുടങ്ങിയ മാനസിക ശേഷികൾ ഉപയോഗിച്ച് പഠിക്കാൻ കുട്ടികൾക്ക് അവസരം നൽകണം. നമ്മൾ കുറച്ച് പയറ്, കടല അങ്ങനെയുള്ള ഗ്രെയിൻസ് എല്ലാം കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ പറയുകയാണ് അതിനെ തരംതിരിച്ച് എണ്ണി തിട്ടപ്പെടുത്താൻ. അപ്പം അവിടെ കുട്ടി എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? സ്വയം കണ്ടെത്തുകയാണ്. വേണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫ്രൂട്ട്സും കൊടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സിനെയും പയറുവർഗ്ഗങ്ങളെയും കുട്ടി എന്ത് ചെയ്യും? സെപ്പറേറ്റ് തരംതിരിക്കും, എണ്ണി തിട്ടപ്പെടുത്തും. അതുപോലെ കളറ് ഐഡൻറ്റിഫൈ ചെയ്യും. അവിടെ
കുട്ടിയാണ് പഠിക്കുന്നത്. അവിടെ കണ്ടെത്തൽ പഠനമാണ്. കണ്ടെത്തൽ പഠനവുമായി ബന്ധപ്പെട്ട വ്യക്തി ബ്രൂണർ ആണ്. എന്താണ് ഇവിടെ? കുട്ടി സ്വയം കണ്ടെത്തുന്ന രീതിയിൽ നേടുന്ന അറിവ്, നിരീക്ഷണം, തരംതിരിക്കൽ, അളക്കൽ, പ്രവചനം, വിശദീകരിക്കൽ, നിഗമനത്തിലെത്തൽ തുടങ്ങിയ മാനസിക ശേഷികൾ ഉപയോഗിച്ച് പഠിക്കാൻ കുട്ടികൾക്ക് അവസരം നൽകണം. ഇതാണ് കണ്ടെത്തൽ പഠനം. അടുത്ത എന്താണ് പ്രക്രിയാബന്ധിത പഠനം? പലപ്പോഴും കുട്ടികളെ തെറ്റിക്കുന്നതാണ്. പ്രക്രിയാബന്ധിത പഠനം എഴുതിയേക്കും, പ്രതിക്രിയ അധ്യാപനവും എഴുതിയേക്കും. തമ്മിൽ കൺഫ്യൂഷനാവും. പ്രതിക്രിയ അധ്യാപനം വൈഗോട്സ്കിയുടേതാണ്. ഇത് പ്രക്രിയാബന്ധിത പഠനമാണ്, പ്രോസസ് ബേസ്ഡ് ലേണിംഗ് ആണ് കേട്ടോ. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തല്ല? വിവരങ്ങൾ കുത്തി നിറയ്ക്കുക എന്നല്ല, മറിച്ച് എന്താണ്? അറിവ് നിർമ്മിച്ചെടുക്കുവാനുള്ള പ്രക്രിയയിൽ പഠിതാവിനെ പങ്കാളിയാക്കാൻ പഠിപ്പിക്കുക. അറിവ് നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയിൽ ആരെ കൂടെ പങ്കാളിയാക്കണം? പഠിതാവിനെ കൂടി. അതാണ് പ്രക്രിയാബന്ധിത പഠനം, പ്രോസസ് ബേസ്ഡ് ലേണിംഗ്. ഇപ്പം ഇതാരുടേതാണ്? ബ്രൂണറുടേതാണ്. അടുത്ത് നോക്കൂ, ആശയദാന മാതൃക, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എല്ലാവർക്കും അറിയാം അല്ലെ? ബ്രൂണർ നിർദ്ദേശിച്ച ആശയദാന മാതൃകയും കണ്ടെത്തൽ പഠനത്തിൽ അധിഷ്ഠിതമാണ്. എന്തിൽ അധിഷ്ഠിതമാണ്? കണ്ടെത്തൽ പഠനത്തിൽ അധിഷ്ഠിതമാണ് ആശയദാന മാതൃക. നോക്കൂ, പഠനത്തിന്റെ അടിസ്ഥാന തലം ആശയ രൂപീകരണമാണ്. അതിൻ്റെ സഹായമില്ലാതെ എന്തിലേക്ക് പോകാൻ സാധിക്കില്ല? ഉയർന്ന ഘട്ടങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ പഠനത്തിന്റെ അടിസ്ഥാന തലം എന്താണ്? ആശയ രൂപീകരണമാണ്. അതില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഉയർന്ന ഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കില്ല. അടുത്ത പോയിന്റ് നോക്കൂ, എന്ത് പഠിച്ചാലും എന്താണ്? അത് സമ്പ്രദായ തലത്തിൽ പഠിക്കണം, കൺസെപ്ച്വൽ ലെവലിൽ പഠിക്കണം. എന്ത് പഠിച്ചാലും അത് കൺസെപ്ച്വൽ ലെവലിൽ പഠിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ബ്രൂണർ മുന്നോട്ട് വെച്ച ആശയദാന മാതൃക പ്രകാരം ആശയ രൂപീകരണത്തിന്റെ ഘട്ടങ്ങളാണ് ഇവിടെ പറയുന്നത്. നിരീക്ഷണം, താരതമ്യം, തരംതിരിക്കൽ, നിഗമനത്തിലെത്തൽ. ഏതൊക്കെയാണ്? നിരീക്ഷണം, താരതമ്യം, തരംതിരിക്കൽ, നിഗമനത്തിലെത്തൽ എന്നീ ഘട്ടങ്ങളാണ് ഉള്ളത്. അടുത്ത പോയിന്റ് നോക്കാം നമുക്ക്. ചാക്രികാരോഹണ രീതി, സ്പൈറലിംഗ്. എന്താണ് ചാക്രികാരോഹണ രീതി? ഏതൊരാശയവും നാം സ്വായത്തമാക്കുന്നത് എങ്ങനെയാണ്? അനുഭവങ്ങളിലൂടെയാണ് അല്ലെ? അവയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുമായി പലതവണ സ്വാഭാവികമായി ഇടപഴകുമ്പോഴാണ്. കുട്ടി ആദ്യം വെള്ളം കാണുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കുന്നു. അതുമായിട്ട് വീണ്ടും കുട്ടി ഇടപഴകുകയാണ്. പിന്നെ കുട്ടി മനസ്സിലാക്കുന്നു കുടിക്കാൻ ഉപയോഗിക്കുന്നു വെള്ളം, കുളിക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ ഓരോ ഘട്ടത്തിലേക്കും പിന്നെ വെള്ളത്തിൽ നിന്ന് ആ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉയർന്ന തലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓരോ ഘട്ടത്തിലും കുട്ടി എന്തിലൂടെ പഠിക്കുകയാണ്? അനുഭവത്തിലൂടെ പഠിക്കുകയാണ്. പലതവണ അതുമായി ഇടപഴകുകയാണ് അല്ലെ? അപ്പോൾ ഏതൊരാശയവും നാം സ്വായത്തമാക്കുന്നത് അവയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുമായി പലതവണ സ്വാഭാവികമായി ഇടപഴകുമ്പോഴാണ് അല്ലെ? അതുകൊണ്ട് തന്നെ ഒരു ആശയത്തെ തന്നെ പുതിയ അർത്ഥങ്ങളിലും ഭാവങ്ങളിലും വീണ്ടും വീണ്ടും കണ്ടുമുട്ടുന്ന രീതിയിലാണ് പാഠ്യപദ്ധതി സംവിധാനം ചെയ്യേണ്ടതെന്ന് ആരഭിപ്രായപ്പെടുന്നു? ബ്രൂണർ നിഷ്കർഷിക്കുന്നു. മനസ്സിലായി? അപ്പൊ ഇതാണ് ചാക്രിക ആരോഹണ രീതി. അപ്പൊ നമ്മളെ ഡിഫിക്കൽറ്റി ലെവലിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കാഠിന്യ നിലവാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നോക്കൂ, അതെങ്ങനെയാണ്? ഒരു ക്ലാസ് മുറിയിലേക്ക് വരുമ്പോൾ ലളിതമായ ആശയങ്ങൾ നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പഠിപ്പിക്കും അല്ലേ? 1ാം ക്ലാസ് പഠിപ്പിക്കുന്നതാണോ 2ാം ക്ലാസ് പഠിപ്പിക്കുന്നത്? 3ാം ക്ലാസ്സിൽ? പിന്നെ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അങ്ങനെയാണോ? കാഠിന്യത്തിന്റെ നിലവാരം കൂടും അല്ലേ? ലളിതമായ ആശയങ്ങൾ ആദ്യ ക്ലാസ്സുകളിലും ടേമുകളിലും, കാഠിന്യ നിലവാരം അനുസരിച്ച മറ്റ് ആശയങ്ങൾ എന്ത് ചെയ്യും? അടുത്ത ടേമുകളിലും ക്ലാസ്സുകളുമായിട്ടും ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പൈറലിംഗ്, ചാക്രിക ആരോഹണ രീതി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ അത് ഓർത്തിരിക്കുക. ഡിഫിക്കൽറ്റി ലെവലിന്റെ അടിസ്ഥാനത്തിലാണ് ചാക്രിക ആരോഹണ രീതിയിൽ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് ബ്രൂണറുടെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും പറഞ്ഞു കഴിഞ്ഞു.
ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. ഇതിൽ നിന്ന് മാത്രമേ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് നോക്കുക. നോക്കൂ, തൻ്റെ വീട്ടുവളപ്പിൽ കണ്ട മയിലിനെ കുറിച്ച് വിവരിക്കുന്ന കുട്ടി ആശയപ്രകാശനത്തിന് ഉപയോഗിക്കുന്ന ഭാഷ എന്ന പ്രതീകമാണ്. ആശയപ്രകാശനത്തിന് എന്തുപയോഗിക്കുന്നു? ഭാഷ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിലും അവിടെ നിങ്ങൾക്ക് ക്ലൂ ഉണ്ട്. ഭാഷ എന്ന പ്രതീകമാണ് കുട്ടി ഉപയോഗിക്കുന്നത്. ബ്രൂണറുടെ വൈജ്ഞാനിക വികസന പ്രകാരം കുട്ടി ഏത് ഘട്ടത്തിലാണ്? ഘട്ടങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു, എക്സാമ്പിളും പറഞ്ഞു. ഇനി പറഞ്ഞേ, ബിംബന ഘട്ടമാണോ, പ്രതീകാത്മക ഘട്ടമാണോ, പ്രവർത്തന ഘട്ടമാണോ? ലാസ്റ്റ് ഇവയൊന്നുമല്ല. ഏതാണ് ഉത്തരം? ഏത് ഘട്ടത്തിലാണ് കുട്ടി ഭാഷ ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഏത് ഘട്ടത്തിലാണ്? പ്രതീകാത്മക ഘട്ടത്തിലാണ് കുട്ടി ഭാഷ ഉപയോഗിക്കുന്നത്. സിംബോളിക് സ്റ്റേജിലാണ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. കയ്യിൽ കിട്ടിയ കരിക്കട്ടയും മറ്റും ഉപയോഗിച്ച കുട്ടികൾ ചുവരിലോ മറ്റ് പ്രതലങ്ങളിലോ പലതരം രൂപങ്ങൾ വരയ്ക്കുന്നത്. നമ്മൾ പറഞ്ഞു, കുട്ടികൾ മനോചിത്രങ്ങളുടെ ആവിഷ്കാരമാണ് അവിടെ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞിരുന്നു അല്ലേ. ബ്രൂണറുടെ വൈജ്ഞാനിക വികസന പ്രകാരം ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ എ പ്രതീകാത്മക ഘട്ടം സിംബോളിക് സ്റ്റേജ്, ഓപ്ഷൻ ബി പ്രവർത്തന ഘട്ടം എനാക്റ്റീവ് സ്റ്റേജ്, ഓപ്ഷൻ സി ബിംബന ഘട്ടം ഐക്കോണിക് സ്റ്റേജ്, ഓപ്ഷൻ ഡി ഇന്ദ്രിയ ചാലക ഘട്ടം സെൻസറി മോട്ടോ സ്റ്റേജ്. ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഇന്ദ്രിയ ചാലക ഘട്ടം ആരുടേതാണ്? പിയാഷെയുടേതാണ്. ഇനി ഈ 3 ആണുള്ളത്. ഇതിലേതാണ് ഉത്തരം? ഏത് ഘട്ടത്തിലാണ് മനോചിത്രങ്ങളുടെ ആവിഷ്കാരം? അത് ബിംബന ഘട്ടത്തിലാണ്, ഐക്കോണിക് സ്റ്റേജിലാണ്. മനസ്സിലായി? ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ലേ? ഓരോ തിയറിയും ഇതുപോലെ പഠിച്ചാൽ മതി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. ഒരു ആശയമേഖലയുടെ ലളിതമായ ആശയങ്ങൾ ആദ്യ ക്ലാസ്സുകളിലും, ഡിഫിക്കൽറ്റി ലെവലാണ് ഇവിടെ പറയുന്നത്, ടേമുകളിലും കാഠിന്യ നിലവാരം അനുസരിച്ച് മറ്റ് ആശയങ്ങൾ അടുത്ത ടേമുകളിലും ക്ലാസ്സുകളുമായി ക്രമീകരിച്ചിരിക്കുന്ന രീതി അല്ലേ. നമ്മൾ പറഞ്ഞു ഡിഫിക്കൽറ്റി ലെവലിൻ്റെ അടിസ്ഥാനത്തിലാണ് എവിടെ പഠിക്കുന്നതെന്ന്. എവിടെയാണ് സർപ്പിള രീതി, ചാക്രികാരോഹണ രീതി? എ മാത്രം, എയും ബിയും. ഉത്തരം ഏതാണ്? ചാക്രികാരോഹണ രീതി കണ്ട ഉടനെ ചാടിക്കേറി എഴുതരുത്, മുകളിലത്തെ ഓപ്ഷന് ശ്രദ്ധിക്കുക. ഈ സർപ്പിള രീതി തന്നെയാണ് എന്ത്? ചാക്രികാരോഹണ രീതി. രണ്ടും ശരിയാണ്, എയും ബിയുമാണ് ഉത്തരമായിട്ട് വരിക. അപ്പം ഇത്തരത്തിൽ പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ലേ? ഇനിയും നോക്കിയിരിക്കണോ? വേണ്ട അല്ലേ. സൈക്കോളജി 30 മാർക്കിനാണ്. ആ 30 മാർക്കിൽ 27 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കേറ്റിട്ട് 3 എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ ഇനിയൊരു HSI നോട്ടിഫിക്കേഷൻ ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം. എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊന്നും നിങ്ങൾ നോക്കിയിരിക്കേണ്ട, തീർച്ചയായിട്ടും ഇത്തവണ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, തീർച്ചയായും ജോയിൻ ചെയ്യുക, ക്രാക്ക് ചെയ്യുക. ഇനിയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകളുമായി ഞാൻ വീണ്ടും വരും. താങ്ക്